ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി സാധ്യത പട്ടികയായി തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനി രാജ എന്നിവരെ പരിഗണിക്കും. ഈ മാസം 10, 11 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കൌൺസിലിൽ അന്തിമ ധാരണയുണ്ടായേക്കും. തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സാൻലാബ്ദീൻ വിവരങ്ങളുമായി ചേരുകയാണ്. സെയ്ഫ്, 4 ശക്തമായ പോരാട്ടങ്ങൾ നടക്കാനിരിക്കുന്ന മണ്ഡലങ്ങളാണ്. CPI സാധ്യതാ പട്ടിക എങ്ങനെയാണ്? ഇതൊരു അന്തിമ പട്ടികയായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുമോ? ഫാരിഷ 10, 11 തീയതികളിലാണ് CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നത്. അതിനുശേഷം ജില്ലാ കമ്മിറ്റികളോട് പേര് നിർദ്ദേശിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം അത് CPI-യുടെ സംസ്ഥാന നേതൃത്വം നൽകും. അതിനുശേഷം ഫെബ്രുവരി മാസം പകുതിയോടുകൂടി മാത്രമേ എന്തായാലും ഒരു അന്തിമ തീരുമാനം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇത് ഒരു സാധ്യത പട്ടികയായി നമുക്ക് കണക്കാക്കാം. ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ മത്സരിപ്പിച്ചാൽ കൊള്ളാം എന്ന ആലോചന CPI-യുടെ സംസ്ഥാന നേതൃതലത്തിൽ ഉണ്ടാവുന്നുണ്ട്. 20 ലോക്സഭാ സീറ്റുകളിൽ 15 സീറ്റിൽ CPM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മുമാണ് മത്സരിക്കുന്നത്. 2 പാർട്ടികളും തമ്മിലൊരു ധാരണയുണ്ടായിട്ടുണ്ട്. CPM-ഉം CPI-യും തമ്മിലൊരു ധാരണയുണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി മാസം പകുതിയോടുകൂടിയോ അല്ലെങ്കിൽ 3 ആഴ്ചയോടുകൂടിയോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം എന്ന ആലോചന. 10, 11, 12 തീയതികളിലായി 2 പാർട്ടികളുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. 10, 11 തീയതികളിൽ CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ചേരുന്നു. 11, 12 തീയതികൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരുകയാണ്. ഈ CPI മത്സരിക്കുന്ന 4 സീറ്റുകൾ അത് പ്രധാനപ്പെട്ട 4 സീറ്റുകളാണ്. ഒന്ന്, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം നടക്കുന്ന വയനാടാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അവിടെ ആരെ മത്സരിപ്പിക്കണമെന്ന ആലോചന CPI-യുടെ നേതൃത്വത്തിൽ കാര്യമായ ചർച്ചകളിലേക്കൊന്നും പോയിരുന്നില്ല. അത് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമായതുകൊണ്ട് CPI-യുടെ തന്നെ ദേശീയ നേതാക്കൾ ആരെങ്കിലും മത്സരിക്കണമെന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനി രാജയുടെ പേര് വയനാട്ടിലേക്ക് ഇപ്പോൾ CPI-യുടെ സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നത്. ഒരുപക്ഷെ ആനി രാജ അവിടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നീടുള്ളത് തൃശ്ശൂരാണ്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം തൃശ്ശൂരായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. TN പ്രതാപൻ കോൺഗ്രസിന് വേണ്ടിയും BJP-ക്ക് വേണ്ടി സുരേഷ് ഗോപിയും ഇറങ്ങുമ്പോൾ അവർക്ക് മുന്നിലേക്ക് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായി CPI നേതൃത്വം വിലയിരുത്തുന്നത് VS സുനിൽകുമാറാണ്. അദ്ദേഹത്തിൻ്റെ ജനകീയത, മന്ത്രിയായിരുന്നപ്പോഴുള്ള ഇടപെടലുകൾ, തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുള്ള പരിചയം, അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന പൊതു അഭിപ്രായം പാർട്ടിക്കുള്ളിലുണ്ട്. മറ്റേതെങ്കിലും പേരുകൾ പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നുമില്ല. 99% VS സുനിൽകുമാർ തന്നെ തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി വന്നേക്കും. മാവേലിക്കരയിലൊരു ആന്റി ഇൻകംബൻസി എന്ന് വെച്ചാൽ MP എന്ന നിലയിൽ കൊടിക്കുന്നിൽ സുരേഷിനോടൊരു ആന്റി ഇൻകംബൻസി ഉണ്ട് എന്ന് പാർട്ടി നേതൃത്വം, CPI നേതൃത്വം പറയുന്നുണ്ട്. അവിടെ ഒരു യുവ നേതാവിനെ ഇറക്കിയാൽ വിജയിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അരുൺകുമാറിന്റെ പേര് പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നത്. AIF-ന്റെ നേതാവാണ്. ദില്ലിയിൽ നടന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. മാത്രമല്ല പ്രാദേശിക തലത്തിൽ ബന്ധമുള്ള ആളായിട്ട് പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ കണക്കുകൂട്ടുന്നുണ്ട്. അങ്ങനെയാണ് മാവേലിക്കരയിൽ അരുണിന്റെ പേര് പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നത്. പിന്നീടുള്ളത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ഈ വയനാട് പോലെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരം നടക്കുന്ന സ്ഥലമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ 2ാമത്തെ മണ്ഡലമായിട്ട് തിരുവനന്തപുരത്തെ വിലയിരുത്താം. 2006 ആണ് പന്ന്യൻ രവീന്ദ്രൻ അവിടെ ഏറ്റവും ഒടുവിൽ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു കയറുന്നത്. PKB-യുടെ മരണത്തിന് പിന്നാലെ പന്ന്യൻ രവീന്ദ്രൻ മത്സരിച്ചപ്പോഴാണ് അവിടെ പന്ന്യൻ രവീന്ദ്രൻ വിജയിച്ചത്. അതിനുശേഷം ശശി തരൂർ വന്നതിന് ശേഷം ഇതുവരെ CPI-ക്ക് അവിടെ വിജയിച്ച് കയറാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന ആലോചന പാർട്ടി നേതൃത്വത്തിലുണ്ട്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ CPI നടത്തിയിരുന്നു. പൊതു സ്വതന്ത്രരെ ഇറക്കിയിരുന്നു. പാർട്ടിയിലെ തലസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കിയിരുന്നു. അതൊന്നും വിജയം കണ്ടില്ല. അങ്ങനെയാണ് പന്ന്യൻ രവീന്ദ്രൻ എന്ന പേരിലേക്ക് പാർട്ടി നേതൃത്വം വീണ്ടും എത്തിച്ചേരുന്നത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാം എന്ന ആലോചനയിലേക്ക് CPI നേതൃത്വം കടന്നിട്ടുണ്ട്. ഇതൊന്നും അന്തിമ പട്ടികയായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു സാധ്യത പട്ടികയായിട്ട് നമുക്കതിനെ കണക്ക് കൂട്ടാം. അതിനകത്തൊരു അന്തിമ തീരുമാനം 10, 11 തീയതികളിൽ നടക്കുന്ന CPI-യുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങളിലുണ്ടാകും. സെയ്ഫ്, ഇവിടെ ഇപ്പോൾ ഈ അന്തിമ പട്ടികയായിട്ടില്ലെങ്കിൽ പോലും സൂചനാ പട്ടിക വരുമ്പോൾ എല്ലാ തലത്തിലുമുള്ള പ്രാതിനിധ്യമുണ്ട്. യുവാക്കൾക്ക് പ്രാതിനിധ്യമുണ്ട്, വനിതാ പ്രാതിനിധ്യമുണ്ട്. ഇപ്പോൾ ആനി രാജയുടെ പേര് ആനി രാജ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടായിരിക്കും, തിരുവനന്തപുരം മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, ദേശീയ തലത്തിൽ ഉള്ളൊരു സ്ഥാനാർത്ഥി CPI-ക്ക് വയനാട്ടിൽ നിന്ന് മത്സരിക്കാനുണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ, രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടികളിലേക്ക് CPI കടക്കും എന്നുള്ള കാര്യങ്ങൾ CPI നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ആ ഒരു ഘട്ടത്തിലാണോ ആനി രാജയെ ഇപ്പോൾ വയനാട്ടിലേക്ക് മത്സരിക്കാനായിട്ട് ആലോചിക്കുന്നത്? അനുരാജയുടെ പേര് നേരത്തെയും പരിഗണന പട്ടികയിൽ ഉണ്ടായിരുന്നു. പക്ഷെ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഇവർ തമ്മിൽ
ഒരു സ്വരച്ചേർച്ചലല്ലായിരുന്നു. എന്ന് വെച്ചാൽ വ്യക്തിപരമായിട്ടല്ല, രാഷ്ട്രീയപരമായിട്ട് ഇവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ആനി രാജ ചില വിമർശനങ്ങൾ കേരള പോലീസിനെതിരെ ഉന്നയിച്ചപ്പോൾ അത് അങ്ങനെയല്ല, അത് കേരളത്തിലെ പോലീസ് അങ്ങനെയല്ല എന്ന് പരസ്യമായി കാനം രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ദേശീയ നേതാക്കൾ കേരളത്തിലെ നേതാക്കളുമായി കൂടിയാലോചിച്ച് മാത്രമേ അഭിപ്രായം പറയാവൂ എന്ന നിലപാട് കാനം രാജേന്ദ്രൻ സ്വീകരിച്ചിരുന്നു. ആനി രാജയുടെ പേര് നേരത്തെ സജീവമായിട്ട് തന്നെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ആ പേര് പിന്നീട് വെട്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയ പശ്ചാത്തലത്തിലാണ് ആനി രാജയുടെ പേര് വീണ്ടും പരിഗണനാ പട്ടികയിലേക്ക് വരുന്നത്. അത് ദേശീയ ശ്രദ്ധയിലേക്ക് വരുന്ന മത്സരമാണ്. രാഹുൽ ഗാന്ധി അമേഠിയിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോൾ വയനാട്ടിലാണ് ജയിച്ചത്. അദ്ദേഹം തന്നെ വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയായി വരും എന്ന പൊതു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരായ വിമർശനങ്ങൾ CPI നേതാക്കളും CPM നേതാക്കളും എല്ലാം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ CPMന്റെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം അത് അവരാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല എന്ന അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചിരുന്നു. അതായത് അവരുടെ പാർട്ടിയുടെ കാര്യം അവർ തീരുമാനിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് നമുക്ക് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുമ്പോഴും അറിയാൻ കഴിയുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിലേക്ക് വരും എന്ന സൂചനകൾ നിലനിൽക്കെയാണ് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ അവിടെ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവിന് ദേശീയ ശ്രദ്ധ ഞങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ അത്ര ഗൗരവ സ്വഭാവത്തിലാണ് ഇതിനെ കാണുന്നത് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് അത് പാർട്ടി ജനറൽ സെക്രട്ടറിയായ രാജയുടെ ഭാര്യയായ ആനി രാജയെ ഇവിടെ മത്സരിപ്പിക്കാം. അവർ രാജയുടെ ഭാര്യ എന്ന നിലയിലല്ല, അവർക്ക് പാർട്ടി പാരമ്പര്യമുണ്ട്, പാർട്ടി നേതൃതലത്തിൽ ഇടപെട്ട് പരിചയമുള്ള ആളാണ്, പാർട്ടി നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അങ്ങനെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ആനി രാജയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് CPI നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ 4 മണ്ഡലങ്ങളാണ് മത്സരിക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളിൽ നല്ല മത്സരം എതിരാളികൾക്ക് കൊടുക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കണിശതയോടുകൂടി CPI നേതൃത്വം ഇടപെടുന്നത്. ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന 4 മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ CPI സാധ്യത സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനി രാജ എന്നിവരെ പരിഗണിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് സേഫ് സൈൻലാബ്ദീനാണ് തിരുവനന്തപുരത്ത് നിന്ന്.